ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ രസകരമായ ചില ഗെയിംസ് കളിച്ചാലോ? നമുക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പീരിയോഡിക് ടേബിളൊക്കെ നമ്മളെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻറ്റും അതിൻ്റെ സിമ്പലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് എത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കെമിസ്ട്രിയിലെ ഏത് റിയാക്ഷൻ എഴുതണമെങ്കിലും ഏത് പ്രോസസ്സുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലൊക്കെ അവിടെ ആറ്റംസും മോളിക്യൂൾസും എലമെൻസും കോമ്പൗണ്ട്സ് ഒക്കെ നമുക്കറിയണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്കറിയേണ്ടതാണല്ലോ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ വെച്ചുകൊണ്ടുള്ള ഒരുപാട് രസകരമായ ഗെയിമുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ ഫൺ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതേപോലുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ എന്തുണ്ട്, പ്ലേ പ്രോട്ടോൺ ഡൺ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗെയിം ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഹാർഡർ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ക്ലിക്ക് ഓൺ സീഷ്യം, നമ്മൾ പീരിയോഡിക് ടേബിൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സീഷ്യം ഞാൻ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിലിതാ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നവയാണ് ഏതോ ഒന്നാണ് സീഷ്യം. നമുക്ക് അത്ര പരിചയമില്ല സീഷ്യത്തെ. ഇപ്പൊ വെറുതെ ഞാനിപ്പോ സീഷ്യല്ലേ, അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുമോ? സി എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോ? അതെന്തായിരിക്കും അല്ലെ? അത് ഇപ്പൊ എല്ലാവർക്കും അറിയാം, അത് കാർബൺ ആണ് അല്ലെ. അല്ലെങ്കിൽ എസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അത് സൾഫർ ആണ്. ഇപ്പൊ തൽക്കാലം എനിക്ക് അറിയില്ല, ഞാനിത് ചെയ്തു എസ് എന്ന് കൊടുത്തു. ഓക്കെ, എസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു, അത് ഇൻകറക്റ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ കറക്റ്റ് സിംബൽ ഈസ് സി എസ് ആണ്. ഇതാ ഇവിടെ കാണുന്നുണ്ട്, സി എസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, നോട്ട് എസ് അല്ല. ഇനി എന്നോട് ചോദിക്കുന്നതാ എസ് ഫോർ സൾഫർ ആണ് എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ട്രൈ ചെയ്ത് നോക്കുകയാണ്. നെക്സ്റ്റ് അനദർ എലമെന്റ് ട്രൈ ചെയ്യാണ്. ഗോൾഡ് ആണ്. ഗോൾഡിന്റെ സിമ്പിൾ എന്തായിരുന്നു മക്കളെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗോൾഡിന്റെ സിമ്പിൾ നമ്മൾക്കറിയാം AU ആണ് അല്ലെ, ലാറ്റിൻ നെയിം എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗോൾഡ് ക്ലിക്ക് ചെയ്തു. യെസ്, ദാറ്റ് ഈസ് എ കറക്റ്റ് വൺ അല്ലെ, റൈറ്റ് ആണ്, AU ആണ്. ഇനി നമുക്ക് പ്ലാറ്റിനം ക്ലിക്ക് ചെയ്യാണ്. ഇതാ ഗോൾഡിന്റെ കുറച്ച് അപ്പുറത്ത് തന്നെ ആരുണ്ട്, PT, നമ്മുടെ പ്ലാറ്റിനം ഉണ്ട്. യെസ്, എനിക്ക് വീണ്ടും കറക്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, ഇനി ഇതാ ഇതിൽ ബ്രോമിൻ ഉണ്ട്. അപ്പൊ ബ്രോമിൻ അറിയെങ്കിൽ നമുക്കറിയാം, ബ്രോമിൻ പീരിയോഡിക് ടേബിളിൽ ഏകദേശം റൈറ്റ് സൈഡിലാണ്. അതൊരു നോൺ മെറ്റൽ ആണ്, ലിക്വിഡ് സ്റ്റേറ്റുകൾ നോൺ മെറ്റൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുമെങ്കിൽ നമുക്കിവിടെ BR കാണാൻ പറ്റും, അത് നമ്മൾ കൊടുത്തിരിക്കുന്നു. പ്ലൂട്ടോണിയം എനിക്ക് കേട്ട് പരിചയം തന്നെ ഇല്ല. അപ്പൊ എനിക്ക് അറിയണം പ്ലൂട്ടോണിയം എവിടെയാണെന്ന് അറിയണം. ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പ്ലൂട്ടോണിയം ഇല്ല, ഇവിടെ ഏതായിരുന്നു, യുറേനിയം ആണ്. ഇതാണ് പ്ലൂട്ടോണിയം. യെസ്, കറക്റ്റ് ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ദാറ്റ് ഇസ് എ കറക്റ്റ് വൺ. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എലിമെന്റിന്റെയും സിമ്പിൾ നമ്മൾ സെർച്ച് ചെയ്ത് ഇത് അത്യാവശ്യം അറിയുന്നവർക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പ്രൈമറി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളത്, നമുക്ക് ഈ എലമെന്റ്സ് ഒക്കെ അറിയുമോ, അതിൻ്റെ സിമ്പിളൊക്കെ അറിയുമോ, അതൊക്കെ നമുക്ക് ഹൈസ്കൂൾ ലെവലിൽ ഒരുപാട് നമുക്ക് പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യാൻ ഉള്ളതാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എത്രണ്ണം നിങ്ങളിതാ ഈ ഗെയിമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിത് എത്രണ്ണം ശരിയാക്കി എത്രണ്ണം തെറ്റ് ആക്കി എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ട് നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കട്ടെ എത്ര പേർ നമ്മുടെ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളിൽ പുലികളാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കമൻറ്റിലൂടെ കാണാം. താങ്ക്